രാവിലെ തന്നെ പള്ളിയുടെ തൊട്ടു മുമ്പിലുള്ള ഒരു നാടൻ തട്ടുകടയിൽ കയറിയിട്ട് ഇഡ്ഡലിയും സാമ്പാറും ചട്നിയും കഴിക്കുകയായിരുന്നു. പെട്ടെന്ന് മനസ്സിലൂടെ ഒരു കഥ കടന്നുപോയത് കൂട്ടുകാരോട് പറയാമെന്ന് കരുതി. ഒരു നല്ല തറവാട്ടിൽ 10-12 മക്കളൊക്കെ ആയിട്ട് ഹാപ്പി ആയിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിലൊരു കൊച്ചിനോട് കുടുംബത്തിലുള്ള പലർക്കും പല കാരണങ്ങൾ കൊണ്ടും ഇഷ്ടക്കുറവായി അവസാനം ഇവരെല്ലാം കൂടെ കൊല്ലാനുള്ള തീരുമാനത്തിനിടയിൽ വിറ്റ് കാശാക്കി. അങ്ങനെ ഇസ്മായില്യരെല്ലാം കൂടെ ഈ പയ്യനെ കൊണ്ടുപോയി ഒരു കുടുംബത്തിന് വിറ്റു. പക്ഷേ ഈ പയ്യൻ ആ കുടുംബത്തിൽ എത്തിയത് മുതൽ കുടുംബത്തിന് ഭയങ്കര അനുഗ്രഹമായി. അത് ശ്രദ്ധിക്കണേ. ആ കുടുംബത്തിന് ഭയങ്കര അനുഗ്രഹം. ആ കുടുംബത്തിൽ എല്ലാവരുടെയും വിവാഹം നടക്കുന്നു. ആ കുടുംബത്തിൽ സമ്പത്തുണ്ടാകുന്നു. എല്ലാവർക്കും ജോലി കിട്ടുന്നു. മക്കളും ഉണ്ടാകുന്നു. ഭയങ്കര അനുഗ്രഹം. അങ്ങനെ അനുഗ്രഹം വല്ലാതെ പോകുന്ന കാലത്ത് ആ കുടുംബത്തിൽപ്പെട്ട ചിലർക്ക് എന്തൊക്കെയോ ഒരു അസ്വസ്ഥത, ഈ കുടുംബത്തിൽ എത്തിപ്പെട്ട അല്ലെങ്കിൽ അനാഥ പയ്യൻ എന്നൊക്കെ ഇവർ കരുതുന്ന സ്വന്തം കുടുംബത്തിൽ നിന്ന് എല്ലാവരാലും ഇറക്കപ്പെട്ട ഒരുത്തനുണ്ടല്ലോ, പേര് ജോസഫ്. പേര് പറയാൻ മറന്നു, ജോസഫ് കേട്ടോ. അപ്പോൾ ഈ ജോസഫിനോട് എന്തൊക്കെയോ ഒരു ഇഷ്ടക്കുറവായി ഇവനെ പിടിച്ച് കുലുക്കാൻ തീരുമാനിച്ചു കുടുംബത്തിൽപ്പെട്ടവർ. അവസാനം ഈ ജോസഫ് ആ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വന്നു കേട്ടോ. ഇറങ്ങിയതോടുകൂടെ ആ കുടുംബത്തിന് പിന്നെ നശിച്ച് നാറാണക്കല്ലെടുക്കുക എന്നൊക്കെ നാട്ടിൽ പറയുന്ന ഒരു നാടൻ ഭാഷയില്ലേ, അങ്ങനെയാണ് പിന്നെ ആ കുടുംബത്തിന് സംഭവിച്ചത്. പിന്നീട് അങ്ങോട്ട് കഷ്ടപ്പാടുകൾ മാത്രം. അവസാനം ഈ ജോസഫ് ഒരു രാജ്യത്തിൻ്റെ മന്ത്രിയായി മാറുന്ന ഒരു രംഗമുണ്ട്. അങ്ങനെ അവൻ അവിടെ മന്ത്രിയായി മാറുമ്പോൾ ഇവൻ്റെ സ്വന്തം കുടുംബക്കാരുണ്ടല്ലോ, ഇവൻ അവസാനം വിറ്റിട്ട് കാശാക്കിയവർ, അവരെല്ലാം കൂടെ പട്ടിണി പാവങ്ങളായിട്ട് കഷ്ടപ്പെട്ട് ജോസഫിൻ്റെ മുമ്പിൽ കൈനീട്ടി പോയി നിൽക്കുന്ന രംഗമൊക്കെ ഉണ്ട്. ഇവിടെ ബൈബിൾ ഉടനീളം പറയുന്നൊരു കാര്യമുണ്ട്, ജോസഫ് എവിടെ ചെന്നു അവിടെ എല്ലാം അനുഗ്രഹം. ജയിലിൽ ചെന്നപ്പോൾ അവിടെ പോലും അനുഗ്രഹം, വാർഡന് പോലും അനുഗ്രഹം എന്നാണ് പറയുന്നത്. കാരണം ജോസഫിൻ്റെ കൂടെ ദൈവം ഉണ്ടായിരുന്നു. അപ്പോൾ കുറേ മനുഷ്യരുടെ കൂടെ ദൈവം ഉണ്ടാകും. അവരെ നമ്മൾ തൊട്ട് കളിച്ചാൽ വിവരം അറിയും. എന്നാൽ കുറേ മനുഷ്യർ ദൈവത്തെ അള്ളിപ്പിടിച്ചുകൊണ്ട് നടക്കും. അവർ ചിലപ്പോൾ കുതറി പോവുകയും ചെയ്യുന്നുള്ളതാണ്. പക്ഷേ ദൈവം പിടിച്ചവരെ ദൈവം പിടിച്ചത് തന്നെയാണ്. അപ്പോൾ എന്തിനാണ് മാരിയ ബ്രദർ ഇപ്പോൾ ഇതൊക്കെ പറയുന്നതെന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കുള്ളൂ. ചിലപ്പോൾ ചില അനാഥർ, ചിലപ്പോൾ ആരും ഇല്ലാത്തവരൊക്കെ നമ്മുടെ കുടുംബത്തിൽ എത്തിപ്പെടും. അവർ വന്നതിന് ശേഷം നമുക്കൊരുപാട് അനുഗ്രഹം ഉണ്ടാവും. നമ്മൾ കുറേ കഴിയുമ്പം നന്ദിയേട് കാണിച്ച് അഹങ്കാരം തലക്ക് പിടിച്ച് അവരെ ദ്രോഹിക്കാൻ തുടങ്ങുമ്പോൾ ചിലപ്പം ദൈവം തന്ന അനുഗ്രഹം മൊത്തം ഒറ്റയടിക്ക് നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് നിങ്ങളെടുത്ത് സഹായവുമായി എത്തിപ്പെട്ട, നിങ്ങളോട് സഹായം ചോദിച്ച് നിങ്ങളുടെ കുടുംബത്തിൽ എത്തിപ്പെട്ട ഒരാളെയും വേദനിപ്പിക്കാതിരിക്കുക എന്നത് ഒരു ബൈബിൾ തത്വമായി സ്വീകരിക്കാൻ സാധിക്കട്ടെ. എന്തോ രാവിലെ ഇത് റെക്കോർഡ് ചെയ്യാൻ തോന്നി, ആർക്കോ തീർച്ചയായും ഉപകാരപ്പെടും. അല്ല എങ്കിൽ ദൈവാത്മാവ് എന്നെക്കൊണ്ട് ഇത് ചെയ്യിപ്പിക്കില്ല. ഗോഡ് ബ്ലെസ് യു.